10 വർഷത്തെ ഇടതു സർക്കാരിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലേറ്റിയിരിക്കുകയാണ്. 2016 മെയ് മാസം മുതൽ 2026 മെയ് മാസം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ യാത്ര നമ്മൾ എടുത്തു പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ തൊട്ടു മുന്നിൽ ഒരു പോലീസ് വാഹനം, അതിന്റെ തൊട്ട് പിറകിലായി അടുത്ത എസ്കോർട്ട് വാഹനം, ഫയർഫോഴ്സ്, ആംബുലൻസ്, ഇങ്ങനെ നിരന്തരം വാഹനത്തിന്റെ ഒരു 40ഓളം വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു പോകാറുള്ളത്. അതുമാത്രമല്ല, രാജാവ് കടന്നു പോകുമ്പോൾ പ്രജകൾ പോകരുതെന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി പോകുമ്പോൾ റോട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. CPM അനുഭാവികൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാനായി ആംബുലൻസ് തടഞ്ഞു നിർത്തിയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവരെ, മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരെ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികൾക്കെതിരായ പ്രതിഷേധമുണ്ടാകും. അത് കരിങ്കൊടി പ്രതിഷേധമുണ്ടാകും, അല്ലെങ്കിൽ റോഡ് ഉപരോധിച്ചുള്ള സമരമുണ്ടാകും. ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ, മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരെ, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെന്ന ഓമനപ്പേരിൽ വിലസുന്ന കാക്കിയിട്ട തമ്മാടികളായ ക്രിമിനലുകൾ അതിക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആലപ്പുഴയിലെ നിയുക്ത MLA AD തോമസിനെ തല അടിച്ചു പൊട്ടിച്ച തമ്മാടികളായ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാക്കിയിട്ട ചില ധിക്കാരികളായ ഗുണ്ടകളായ പോലീസ് അസോസിയേഷന്റെ ഏറാൻമൂളികളായ, അവരെ വിളിക്കേണ്ട പേര് ഇതല്ല, അത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല, അത്തരത്തിലുള്ള ചില പോലീസുകാർ ഈ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. CPMന്റെ ഫ്രാക്ഷനെ പോലെ പ്രവർത്തിക്കുന്ന DYFI ക്രിമിനലുകൾക്ക് താരാട്ട് പാടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പോലീസ് സ്റ്റേഷനുകളിൽ കോൺഗ്രസുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക, പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന ലീഗുകാരെ ആക്രമിക്കുക, BJPക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക. ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്, അത് മുസ്ലിം ലീഗ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, SDP ആവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, CPM ആവട്ടെ, CPI ആവട്ടെ, അവർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള, അവർക്കെല്ലാം പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിക്കുന്നവരെ കാക്കിയിട്ട ക്രിമിനലുകൾ, കാക്കിയിട്ട ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കം നമ്മൾ കാണാറുണ്ടായിരുന്നു. എന്നാൽ VD സതീശൻ, പുതിയ മുഖ്യമന്ത്രി, ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. എനിക്ക് ഒരു എസ്കോർട്ട് വാഹനവും ഒരു പൈലറ്റ് വാഹനവും മാത്രം മതി. അതായത് ഒരു എസ്കോർട്ട് ആയ ഒരു പോലീസ് വാഹനവും ഒരു പൈലറ്റ് ആയ ഒരു പോലീസ് വാഹനവും, മറ്റ് ഒരു സുരക്ഷയും തനിക്ക് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ഭീഷണിയില്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദി ഗ്രൂപ്പിന്റെ ഭീഷണിയില്ലാത്ത ഒരു സംസ്ഥാനത്ത് എന്തിനാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇത്ര സംരക്ഷണം? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് ആരെയാണ് ഭയക്കുന്നതെന്നൊരു ചോദ്യം ഇത്രകാലം ജനങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തന്റെ യജമാനന്മാർ ജനങ്ങളാണ്, തനിക്ക് ഒരു പ്രൊട്ടക്ഷനും വേണ്ട എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച VD സതീശന് കൈയടിക്കണ്ടേ കേരളീയ സമൂഹം? തീർച്ചയായും ആദ്യത്തെ മാറ്റം ഇതായിരിക്കുമെന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രിയായി VD സതീശൻ, അല്ലെങ്കിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിക്കുന്നത്. ഇന്നാണ് VD സതീശൻ പറയുന്നത് എനിക്ക് എസ്കോർട്ടായി, അല്ലെങ്കിൽ അധികം എസ്കോർട്ട് ഒന്നും വേണ്ട എന്നൊരു കാര്യം മുഖ്യമന്ത്രിയായ VD സതീശൻ സമൂഹത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പോൾ VD സതീശൻ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഞാൻ ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങളിൽ ഒരാളായി തന്നെ നിൽക്കും. ചേട്ടൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച കാര്യവും ഇതാണ്. ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു പിണറായി വിജയൻ. എന്നിട്ട് പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. സമരം ചെയ്യുന്നവരെ ആക്രമിക്കുന്നു, കരിങ്കൊടി പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കുന്നു. മുഖ്യമന്ത്രി പോവുകയാണ് എങ്കിൽ, മുഖ്യമന്ത്രി പോകുന്ന, അല്ലെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്താണ് എങ്കിൽ മുഖ്യമന്ത്രി പോകുന്നുണ്ട് എങ്കിൽ റോഡ് ഒരുപാട് സമയം ബ്ലോക്ക് ആയിരിക്കും. ആംബുലൻസ് പോലും കടത്തിവിടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പൊ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും സുരക്ഷ എന്ന് സ്വന്തം പാർട്ടിക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കാർ പോലും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും സുരക്ഷ? ആർക്കും അടുത്ത് ചെല്ലാൻ കഴിയില്ല, ഒരുപാട് ദൂരെ നിൽക്കേണ്ടി വരും. നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ പോലും മുഖ്യമന്ത്രി വരുന്നുണ്ട് എങ്കിൽ ഒരുപാട് സമയം മുന്നേ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ വേറൊരു റോഡ് വഴി പോകാൻ പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് അതുവഴി പോകാൻ കഴിയണം. അല്ലെങ്കിൽ സാധാരണക്കാർ പോയതിനു ശേഷം മുഖ്യമന്ത്രി പോകണം. കാര്യം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ്. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എമർജൻസി ഉണ്ടെങ്കിൽ പോകുന്നത് തെറ്റില്ല, എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള യോഗം അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ എല്ലാ കാലവും അല്ലെങ്കിൽ എല്ലാ സമയത്തും ജനപ്രതിനിധികൾക്കൊക്കെ ഒരു VIP പരിഗണനയും വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ രണ്ടാം തരക്കാരായി നോക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ അതിപ്പോ MLA, മുഖ്യമന്ത്രി എന്നല്ല, MLA മാരാകട്ടെ, മന്ത്രിമാരാകട്ടെ,
അവർ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണനയും സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടാതെ പോകുന്ന ഒരു പരിഗണനയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അതിന്റെ ആദ്യത്തെ മാറ്റമായിട്ടാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തവണ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചിട്ടുള്ള ആൾ വി ഡി സതീശനാണ്. വി ഡി സതീശൻ പലപ്പോഴും ചോദിക്കാണ്, മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ പേടിയാണോ, എന്തിനാണ് ഇത്രയും എസ്കോർട്ടിന്റെ ആവശ്യമെന്ന് ചോദിക്കുന്നു. അപ്പൊ എനിക്ക് ജനങ്ങളെ പേടിയില്ല, ഞാൻ ജനങ്ങൾക്കൊപ്പമാണ്. അപ്പൊ ആദ്യത്തെ മാറ്റമായി ഞാൻ വിശ്വസിക്കുന്നു, കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മാറ്റമായി, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അവർ പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞ നിലപാട്, അല്ലെങ്കിൽ വി ഡി സതീശൻ ഇത്രയും എസ്കോർട്ട് വേണ്ട എന്ന് പറയുന്നത് കേരളം കൈയടിക്കുക തന്നെ ചെയ്യും വി ഡി സതീശന്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസിനകത്ത് ചില ക്രിമിനലുകളുണ്ട്. പോലീസിനകത്തെ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ വി ഡി സതീശൻ തയ്യാറാകണം. പരാതിയുമായി സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു വനിതയെ ബലാത്സംഗം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ ക്രിമിനൽ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് CI ആയിരുന്ന സമയത്ത് രാഷ്ട്രീയ എതിരാളികളെ, അതായത് സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരെ, പോലീസിനെതിരെ സമരം ചെയ്യുന്നവരെ തലക്കടിക്കുന്നതായിരുന്നു ഈ ബിരുദന്റെ പ്രധാനപ്പെട്ട ഹോബി. അയാൾ പിന്നീട് ഒരു പരാതിയുമായി പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്താണ് പരാതി പറയാനെത്തിയ സ്ത്രീയെ ടെറസിന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ഇത്തരം തമ്മാടികളെ ഈ സേനയ്ക്കകത്ത് വെച്ചു പൊറുപ്പിക്കരുത്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഒരു മര്യാദയില്ലാതെ പ്രവർത്തിക്കുന്ന, പരാതിക്കാരുടെ മുഖത്തടിക്കുന്ന ക്രിമിനലുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പോലീസ് അസോസിയേഷൻ തലപ്പത്ത് പഴയ SFIയുടെ ചില നേതാക്കന്മാരുണ്ട്. ആ SFIയുടെ നേതാക്കന്മാരുടെ വിചാരം അവരാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നാണ്. അത്തരം പോലീസുകാരെയൊക്കെ നിയമം പഠിപ്പിക്കാൻ, അത്തരം പോലീസുകാരെയൊക്കെ ചട്ടം പഠിപ്പിക്കാൻ വി ഡി സതീശൻ തയ്യാറാകണം. ഇവരെ തെരഞ്ഞു പിടിച്ച് കൃത്യമായി ജോലി ചെയ്യിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം വി ഡി സതീശൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് ഭരണം ലഭിച്ച ശേഷം പ്രതിപക്ഷ നേതാവായിരുന്ന, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച് ഞങ്ങൾ മറന്നിട്ടില്ല എന്നാണ്. അത് മറക്കാൻ കഴിയുമോ? അതായത് വി ഡി സതീശൻ വഴിവിട്ടൊന്നും ചെയ്യണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്ത പോലീസുകാരനെ, തലക്കടിച്ച പോലീസുകാരനെ, അതോടൊപ്പം തന്നെ പഴയ SFI നേതാക്കന്മാർ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളായി നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതി പറയാനെത്തുന്ന, അല്ലെങ്കിൽ ഒരു സമരം ചെയ്യാൻ പോകുന്ന യൂത്ത് കോൺഗ്രസുകാരനെയും KSUകാരനെയും തലയടിച്ച് പൊട്ടിക്കുന്ന ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലെ, എറണാകുളത്ത് ഗർഭിണിയുടെ മുഖത്തടിച്ചതുപോലെ ഇത്തരത്തിൽ പോലീസ് സേനയ്ക്കകത്ത് ചില ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകളുടെ ശക്തിയും അല്ലെങ്കിൽ ആ ക്രിമിനലുകളുടെ ഊർജവും CPM കേരളം ഭരിക്കുന്നു എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ കേരളീയ സമൂഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് CI ആയിരിക്കെ ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടന്ന ഏറ്റവും അവസാനം ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത അത്തരം ക്രിമിനലുകൾ ഇനി സേനയ്ക്കകത്തുണ്ടാകരുത്. അതിനുള്ള നടപടി കൂടി മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണിച്ചാൽ അദ്ദേഹത്തിന് കയ്യടി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല, യാതൊരു ജോലിയും ചെയ്യാതെ പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികളായിരിക്കുന്ന അവർ രാവിലെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും കൊടുത്തിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുന്നത് പോലെ അസോസിയേഷന്റെ പ്രവർത്തനം നടത്തുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളുടെ അത്തരം ആളുകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പണിയെടുപ്പിച്ച് ശമ്പളം കൊടുക്കാൻ കൂടി വി ഡി സതീശൻ തയ്യാറാകണം.